ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ നാസി കൾട്ട് ഓഫ് മദർഹുഡ്. Children in Nazi Germany were repeatedly told that women were radically different from men. നാസി ജർമ്മനിയിലെ കുട്ടികളോട് നിരന്തരമായി പറഞ്ഞു കൊടുത്തിരുന്ന എന്താണ്? അതായത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് റാഡിക്കലി ഡിഫറെൻ്റ് ആണെന്നാണ്, തികച്ചും ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തരാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. The fight for equal rights for men and women that had become part of democratic struggle everywhere was wrong and it would destroy society. അതുകൂടാതെ എന്താ പറഞ്ഞു കൊടുത്തേ? അതായത് എല്ലായിടത്തും ജനാധിപത്യ സമരങ്ങളുടെ ഭാഗമായി തീർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള തുല്യ അവകാശത്തിനായുള്ള പോരാട്ടം തെറ്റായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും തുല്യ അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് തെറ്റായിരുന്നു എന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. ആൻഡ് ഇറ്റ് വുഡ് ഡിസ്ട്രോയ് സൊസൈറ്റി, അത് സമൂഹത്തെ തന്നെ നശിപ്പിക്കുമെന്നും പറഞ്ഞു കൊടുത്തു. While boys were taught to be aggressive, masculine and steel-hearted, girls were told that they had to become good mothers and rear pure-blooded Aryan children. ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്താണ്? ഒരു ആൺകുട്ടിയായാൽ അവൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ്? അഗ്രസീവ് ആയിരിക്കണം, മാസ്കുലിൻ ആയിരിക്കണം, അതേപോലെ സ്റ്റീൽ ഹാർട്ടഡ് ആയിരിക്കണമെന്ന്. പെൺകുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുത്തത്? അവർ നല്ല അമ്മമാരായി മാറണമെന്നും ശുദ്ധ രക്തമുള്ള ആര്യൻ കുട്ടികളെ വളർത്തണമെന്നും പറഞ്ഞു കൊടുത്തു. Girls had to maintain the purity of their race, distance themselves from Jews, look after the home and teach their children Nazi values. പെൺകുട്ടികൾ എന്തൊക്കെ ചെയ്യണം? വംശത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം, അതേപോലെ യഹൂദരിൽ നിന്ന് ഒരു അകലം പാലിക്കണം, വീട് നോക്കണം, അതേപോലെ അവരുടെ കുട്ടികളെ നാസി വാല്യൂസ് പഠിപ്പിക്കുകയും വേണം. They had to be bearer of the Aryan culture and race. അവർ ആര്യ സംസ്കാരത്തിൻ്റെയും വംശത്തിൻ്റെയും ബിയറാവണം, വാഹകരാവണം എന്നും പറഞ്ഞു കൊടുത്തു. അതായത് അവരായിരിക്കണം അവരുടെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത്? നാസി വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. In 1933 ഹിറ്റ്ലർ said, 1933 ഹിറ്റ്ലർ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇൻ മൈ സ്റ്റേറ്റ്, എൻ്റെ സ്റ്റേറ്റിൽ ദ മദർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ, അമ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ എന്ന്. ബട്ട് ഇൻ നാസി ജർമ്മനി, പക്ഷെ നാസി ജർമ്മനിയിൽ എന്തായിരുന്നു അവസ്ഥ? ഓൾ മദേഴ്സ് വെർ നോട്ട് ട്രീറ്റഡ് ഈക്വലി. എല്ലാ അമ്മമാർക്കും എന്താണ്? തുല്യ പരിഗണന ലഭിച്ചിരുന്നില്ല. Women who bore racially undesirable children were punished and those who produced racially desirable children were awarded. അൺഡിസറബിൾ ആയിട്ടുള്ളൊരു കുട്ടിക്കാണ് ഒരു സ്ത്രീ ജന്മം നൽകുന്നതെന്നുണ്ടെങ്കിൽ അവളെ പണിഷ് ചെയ്യായിരുന്നു. ഡിസറബിൾ ആയിട്ടുള്ള കുട്ടിക്കാണ് ജന്മം നൽകുന്നതെങ്കിൽ അവർക്ക് അവാർഡും നൽകിയിരുന്നു. ഓക്കെ. They were given favored treatment in hospital. അതായത് ഡിസൈറബിൾ ആയിട്ടുള്ള കുട്ടിക്കാണ് ഒരു സ്ത്രീ ജന്മം നൽകുന്നതെങ്കിൽ കുറേ ബെനിഫിറ്റ്സും കിട്ടിയിരുന്നു. എന്തൊക്കെയായിരുന്നു? നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമായിരുന്നു ഹോസ്പിറ്റലിൽ. ആൻഡ് വെർ ഓൾസോ എൻടൈറ്റിൽഡ് ടു കൺസെഷൻസ് ഇൻ ഷോപ്സ് ആൻഡ് ഓൺ തിയേറ്റർ ടിക്കറ്റ്സ് ആൻഡ് റെയിൽവേ ഫെയേഴ്സ്. അത് കൂടാതെ അവർക്ക് കൺസെഷനും കിട്ടിയിരുന്നു. എവിടെയൊക്കെ? ഷോപ്പിലും അതേപോലെ തിയേറ്റർ ടിക്കറ്റ്സിലാണെങ്കിലും റെയിൽവേ ഫെയേഴ്സിലാണെങ്കിലും എല്ലാം ഒരു കൺസെഷൻ കിട്ടിയിരുന്നു. To encourage women to produce many children, honor crosses were awarded. ധാരാളം കുട്ടികൾക്ക് ജന്മം നൽകാനായിട്ട് സ്ത്രീകളെ എൻകറേജ് ചെയ്യാൻ ഓണർ ക്രോസുകൾ നൽകിയിരുന്നു. A bronze cross was given for 4 children. 4 കുട്ടികൾക്കാണ് ജന്മം നൽകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയിരുന്നു? വെങ്കല കുരിശ് കിട്ടിയിരുന്നു. സിൽവർ for 6, വെള്ളിക്കുരിശ് കിട്ടിയിരുന്നത് 6 കുട്ടികൾക്ക് ജന്മം നൽകുന്നതിനാണ്. ആൻഡ് ഗോൾഡ് ഫോർ 8 or more, 8 അതിൽ കൂടുതലോ കുട്ടികൾക്ക് ജന്മം നൽകുന്ന സ്ത്രീക്ക് ഏത് കുരിശാണ് കിട്ടിയിരുന്നത്? സ്വർണ്ണ കുരിശായിരുന്നു കിട്ടിയിരുന്നത്. All Aryan
women who deviated from the prescribed code of conduct were publicly condemned and severely punished. അതായത് നിശ്ചിത പെരുമാറ്റച്ചട്ടത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോണ എല്ലാ ആര്യൻ സ്ത്രീകളെയും പരസ്യമായി തന്നെ അപമാനിക്കുകയും കഠിനമായ ശിക്ഷയും നൽകിയിരുന്നു. അതായത് നാസീസ് പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യാത്ത പക്ഷം അവരെ എന്താണ് ശിക്ഷിക്കുമായിരുന്നു. ആരെ? ആര്യൻ സ്ത്രീകളെ. Those who maintained contact with Jewish, Poles and Russians were paraded through the towns. അതായത് ഈ യഹൂദരുമായിട്ടും പോൾസുമായിട്ടും റഷ്യൻകാരുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആരാണോ അവരെ എന്ത് ചെയ്തിരുന്നു? നഗരത്തിലൂടെ പരേഡ് ചെയ്യിപ്പിച്ചിരുന്നു. എങ്ങനെ? വിത്ത് ഷേവ്ഡ് ഹെഡ്സ്, blackened faces and placards hanging around their necks announcing, I have saluted the honor of the nation. അതായത് തല മുണ്ടനം ചെയ്ത് അതേപോലെ മുഖം കറുപ്പിച്ചും പ്ലക്കാർഡ്സ് കഴുത്തിൽ തൂക്കിയും ആ പ്ലക്കാർഡ്സിനകത്ത് എന്താ എഴുതിയേക്കുന്നത്? ഐ ഹാവ് സല്യൂട്ട് ദ ഓണർ ഓഫ് ദ നേഷൻ എന്ന്, ഞാൻ എൻ്റെ രാജ്യത്തിന് കളങ്കം വരുത്തി എന്ന് ഉള്ള ബോർഡും കഴുത്തിൽ തൂക്കിയിട്ടാണ് നഗരത്തിലൂടെ എന്ത് ചെയ്യുന്നത്? പരേഡ് ചെയ്യിപ്പിച്ചിരുന്നത്. Many received jail sentences and lost civic honor as well as their husbands and families for this criminal offense. അതായത് ഈ ഒരു ക്രിമിനൽ കുറ്റത്തിന് നിരവധി പേർക്കാണ് ജയിൽ ശിക്ഷയും ഒക്കെ കിട്ടിയിരുന്നത്. അവർക്ക് പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ കുടുംബവും അതേപോലെ ഭർത്താവും എല്ലാം നഷ്ടമായി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ ആർട്ട് ഓഫ് പ്രൊപ്പഗാൻഡയാണ്. ദ നാസി റെജീം യൂസ്ഡ് ലാംഗ്വേജ് ആൻഡ് മീഡിയ വിത്ത് കെയർ ആൻഡ് ഓഫൻ ടു ഗ്രേറ്റ് എഫക്റ്റ്. നാസി ഭരണകൂടം ലാംഗ്വേജ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വളരെ ശ്രദ്ധയോടെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് നല്ല രീതിയിലാണ് ഫലം കിട്ടിയത്. നല്ല രീതിയിലാണ് എഫക്റ്റ് ചെയ്തത്. The terms they coined to describe their various practices are not only deceptive, they are chilling. അതായത് അവരുപയോഗിച്ചിരുന്ന വേർഡ്സ്, അതായത് അവരുടെ ഓരോ വേരിയസ് പ്രാക്ടീസസിനും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവരുപയോഗിച്ച ടേംസ് എന്ന് പറയുന്നത് വളരെ എന്താണ്? വഞ്ചനപരമല്ല. അതായത് അത് കേൾക്കുമ്പം ആർക്കും തെറ്റാണെന്ന് തോന്നത്തില്ല. ഓക്കെ, എന്തായിരുന്നു അത്? The Nazis never used the words kill or murder in their official communication. നാസീസ് ഒരിക്കലും അവരുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസിൽ കിൽ അല്ലെങ്കിൽ മർഡർ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടേ ഇല്ല. മാസ് കില്ലിംഗ് വെർ ടേംഡ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഫൈനൽ സൊല്യൂഷൻ ഫോർ ജൂയിസ് എന്നൊക്കെയായിരുന്നു. അതായത് നല്ല രീതിയിൽ വലിയ തോതിൽ കൊല്ലുകയാണെങ്കിൽ അതിന് കൊടുത്തിരുന്ന പേരെന്താണ്? സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഇത് കേട്ടാൽ പറയുമോ കൊല്ലാൻ പോവുകയാണെന്ന്? അല്ല. അതേപോലെ ജൂതമതക്കാർക്കോ യഹൂദർക്കോ ഫൈനൽ സൊല്യൂഷൻ. യഹൂദരെ കൊല്ലാനാണെങ്കിൽ കൊടുത്തിരുന്ന പേരെന്താണ്? ഫൈനൽ സൊല്യൂഷൻ എന്ന്. അതേപോലെ യുഥാനേഷ്യ ഫോർ ദ ഡിസേബിൾഡ്. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാനാണെങ്കിൽ എന്ത് പേരാണ് കൊടുത്തിരുന്നത്? യുഥാനേഷ്യ, സെലക്ഷൻ, ഡിസിൻഫെക്ഷൻ എന്നൊക്കെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള വേറൊരു വേർഡാണ് ഇവാക്യുവേഷൻ. ഇവാക്യുവേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല ഇതും എന്താണ്? ഒരു കൊലപാതകത്തിൻ്റെ സൂചനയാണെന്ന് അല്ലേ? ഇവാക്യുവേഷനും കൊണ്ട് അദ്ദേഹം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മീൻസ് ഡിപ്പോർട്ടിങ് പീപ്പിൾ ടു ഗ്യാസ് ചേമ്പേഴ്സ്, ഗ്യാസ് ചേമ്പേഴ്സിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ഡു യു നോ വാട്ട് ദ ഗ്യാസ് ചേമ്പേഴ്സ് വെർ കോൾഡ്? നിങ്ങൾക്കറിയാമോ ഗ്യാസ് ചേമ്പേഴ്സിനെ എന്തായിരുന്നു വിളിച്ചിരുന്നതെന്ന്? ദേ വെർ ലേബിൾഡ് ഡിസിൻഫെക്ഷൻ ഏരിയാസ്. അത് എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ഡിസിൻഫെക്ഷൻ ഏരിയാസ് എന്ന്. കണ്ടോ? ഈ പറഞ്ഞ ടേംസൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവർ ചെയ്തിരുന്ന പ്രാക്ടീസസ് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി. പുറം ലോകത്തിന് മുന്നിൽ എന്താണ്? ഹിറ്റ്ലർ നല്ലൊരു നേതാവാണ്, ജനങ്ങളെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഒരു ക്രൂരതയും ചെയ്യാത്ത മനുഷ്യനാണ് എന്നൊക്കെയാണ്. ഓക്കെ, അത് നിലനിർത്തി പോകണ്ടേ ആ ഒരു ഇമേജ്? അതുകൊണ്ടാണ് ഈ പറഞ്ഞ ടേംസ് എല്ലാം ഉപയോഗിച്ചത്. ഓക്കെ,
and looked like bathrooms equipped with fake shower heads. ഈ ഗ്യാസ് ചേമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ബാത്റൂമിൻ്റെ ലുക്കാണ് നൽകുക. ഫേക്കായിട്ടുള്ള ഷവർ ഹെഡ്സും ഒക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയാസ് വാസ് കെയർഫുള്ളി യൂസ്ഡ് ടു വിൻ സപ്പോർട്ട് ഫോർ ദ റെജീം ആൻഡ് പോപ്പുലറൈസ്ഡ് ഇറ്റ്സ് വേൾഡ് വ്യൂ. മീഡിയാസിനെയും വളരെ ശ്രദ്ധയോടെയാണ് യൂസ് ചെയ്തത്. എന്തിനു വേണ്ടി? നാസി ഭരണകൂടത്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, അവരുടെ വേൾഡ് വ്യൂ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മീഡിയയും ഹിറ്റ്ലറിനൊപ്പം തന്നെയായിരുന്നു. ഹിറ്റ്ലർ എന്തു പറയുന്നോ അത് തന്നെയായിരുന്നു മീഡിയ ചെയ്തിരുന്നത്. ഇവിടെ എന്താ പറയണേ? ഭരണകൂടത്തിൻ്റെ പിന്തുണ നേടാനും അതിൻ്റെ ലോകവീക്ഷണം ജനകീയമാക്കാനും ആരെയാണ് ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിരുന്നത്? മീഡിയയാണ് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചിരുന്നത്. Nazi ideas were spread through visual images, films, radio, posters, catchy slogans and leaflets. അതായത് നാസി ഐഡിയാസ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്തത്? ഏതൊക്കെ രീതിയിലൂടെ? വിഷ്വൽ ഇമേജസിലൂടെയും ഫിലിംസിലൂടെയും റേഡിയോയിലൂടെയും പോസ്റ്റേഴ്സിലൂടെയും പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സ്ലോഗൻസിലൂടെയും ലീഫ്ലെറ്റ്സിലൂടെയൊക്കെ ആയിരുന്നു. In posters, groups identified as the enemies of Germans were stereotyped, mocked, abused and described as evil. പോസ്റ്റേഴ്സിൽ പോലും അവരെന്താ ചെയ്തേ? നാസീസ് ജർമ്മൻസിൻ്റെ എനിമീസായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് ഗ്രൂപ്പ്സിനെ തെറ്റായ രീതിയിൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി, സ്റ്റീരിയോടൈപ്പ് ചെയ്തു. അതുകൂടാതെ അവരെ പരിഹസിച്ചു, ഉപദ്രവിച്ചു, അതേപോലെ അവരെ എവിൽ എന്ന് ഡിസ്ക്രൈബും ചെയ്തു. അവർ ഈ പറയുന്ന സോഷ്യലിസ്റ്റുകാരെ ലിബറൽസിനെ പോലും വെറുതെ വിട്ടില്ല. അവരെ എങ്ങനെയാണ് കാണിച്ചത്? എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്? സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽസ് വെർ റെപ്രസെൻറ്റഡ് ആസ് വീക്ക് ആൻഡ് ഡീജനറേറ്റ്. സോഷ്യലിസ്റ്റുകാരാണെങ്കിലും ലിബറൽസിനെ ആണെങ്കിലും എങ്ങനെയാണ് അവർ കാണിച്ചത്? ദുർബലരായിട്ടും അതേപോലെ അതപ്പതിച്ചവരുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. They were attacked as malicious foreign agents. അവർ മാലിഷ്യസ് ഫോറിൻ ഏജൻസാൽ ആക്രമിക്കപ്പെട്ടു. അതായത് ഇവർ വെളിയിൽ നിന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, വെളിയിൽ നിന്ന് വന്ന ഫോറിൻ ഏജൻസ് ആണ് എന്നൊക്കെ ആൾക്കാരിൽ എന്താണ് പ്രചരിപ്പിച്ചു. പ്രൊപ്പഗാൻഡ ഫിലിംസ് വെയർ മെയ്ഡ് ടു ക്രിയേറ്റ് ഹാട്രഡ് ഫോർ ജൂയിഷ്. അതുപോലെ തന്നെ പ്രചരണ സിനിമകളും നിർമ്മിച്ചു. എന്തിനു വേണ്ടിയാ? ജൂതരോട് ഒരു ദേഷ്യമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാൻ വേണ്ടി. ദ മോസ്റ്റ് ഇൻഫേമസ് ഫിലിം വാസ് ദ ഇറ്റേണൽ ജ്യൂ. അങ്ങനെ പ്രചരിപ്പിച്ച ഒരു മൂവിയാണ്, അങ്ങനെ വന്നൊരു മൂവിയാണ് കുപ്രസിദ്ധ മൂവി ആയ ദ ഇറ്റേണൽ ജ്യൂ എന്നത്. ഓർത്തഡോക്സ് ജൂയിസ് വർ സ്റ്റീരിയോടൈപ്ഡ് ആൻഡ് മാർക്ഡ്. ഓർത്തഡോക്സ് യഹൂദരെയും തെറ്റായ രീതിയിൽ ജഡ്ജ് ചെയ്യുകയും അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇവരിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ നാസീസ് കാണിച്ചു. ദേ വെർ ഷോൺ. എങ്ങനെയാണ് ഓർത്തഡോക്സ് യഹൂദരെ കാണിച്ചിരുന്നത്? അവരെ കാണിച്ചിരുന്നത് നല്ല നീളമുള്ള താടിയുണ്ടെന്നും അതേപോലെ കഫ്താനാണ് ഇടുന്നത് എന്നൊക്കെയായിരുന്നു. Whereas in reality it was difficult to distinguish German Jews by their outward appearance. പക്ഷേ റിയാലിറ്റി എന്താണ്? യഥാർത്ഥത്തിൽ ജർമ്മൻ ജൂതന്മാരെ അവരുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് കൊണ്ട് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? എന്താണെന്ന് വെച്ചാൽ അവർ വളരെ സ്വാംശീകരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു, അസിമിലേറ്റഡ് സമൂഹമായിരുന്നു. അതായത് ഇടകലർന്ന് നിൽക്കണം. അതായത് അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ദേ വെർ റെഫർഡ് ടു ആസ് വേർമിൻ, റാറ്റ്സ് ആൻഡ് പെസ്റ്റ്. അവരെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? കീടങ്ങളായിട്ടും എലികളായിട്ടും ഒക്കെ ആയിരുന്നു. ഓക്കെ, ദെയർ മൂവ്മെൻറ്റ് വെർ കമ്പയർഡ് ടു ദോസ് ഓഫ് റോഡൻസ്. അവരുടെ മൂവ്മെൻറ്റ് പോലും ആരെയായിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത്? എലികളായിട്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ജൂതർ നമ്മളെ നശിപ്പിക്കും, നമ്മളെ ഇല്ലായ്മ ചെയ്യും എന്നൊക്കെയാണ് ഉള്ള പ്രചരണമാണ് ഇതിലൂടെ നടത്തിയിരുന്നത്. ആട്ടെ, അവർ പ്രചരിപ്പിച്ചത് ആൾക്കാരിൽ ഫലം കണ്ടോ? ആൾക്കാരിൽ അത് ഏറ്റോ? നോക്കാം. Nazism worked on the minds of the people
tapped their emotion and turned their hatred and anger at those marked as undesirable. നാസീസിൻ്റെ പ്രചരണം കണ്ട് അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു. ആൾക്കാരുടെ ഇടയിൽ അൺഡിസറബിൾ ആയിട്ടുള്ള ആൾക്കാരോട് എന്ത് തോന്നി? ജനങ്ങൾക്ക് വിദ്വേഷവും ദേഷ്യവും ഒക്കെ തോന്നി. The Nazis made equal efforts to appeal to all the different sections of the population. നാസികൾ എല്ലാ ജനവിഭാഗങ്ങളെയും ആകർഷിക്കാൻ തുല്യ ശ്രമങ്ങൾ നടത്തി. എന്താണ് അവർ ചെയ്തത്? They sought to win their support by suggesting that Nazis alone could solve all their problems. നാസികൾക്ക് മാത്രമേ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാസികൾക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അൺഡിസറബിളായിട്ടുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരുടെയും ഒരു സപ്പോർട്ട് നേടാനാണ് അപ്പീൽ ചെയ്തത്. എന്തൊക്കെ ചെയ്തു അതിന്? പോസ്റ്റേഴ്സൊക്കെ ഇറക്കി. എന്ത് കാണിക്കാൻ? അവരുടെ കൂടെ നാസീസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സും അവരിറക്കി. ഓക്കെ, ആ പോസ്റ്റേഴ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇതൊന്ന് നോക്കുക, ഒന്ന് വായിച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഓരോ ഡേറ്റിലും ഓരോ വർഷത്തിലും എന്താണ് സംഭവിച്ചതെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓർഡിനറി പീപ്പിൾ ആൻഡ് ദ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഹൗ ഡിഡ് ദ കോമൺ പീപ്പിൾ റിയാക്ട് ടു നാസിസം? നാസിസത്തോട് കോമൺ പീപ്പിൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? സാധാരണപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? മെനി സോ ദ വേൾഡ് ത്രൂ നാസി ഐസ് ആൻഡ് സ്പോക്ക് ദെയർ മൈൻഡ് ഇൻ നാസി ലാംഗ്വേജ്. അതായത് കോമൺ പീപ്പിളിനെ പോലും നാസി ഐഡിയോളജി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. They felt hatred and anger surge inside them when they saw someone who looked like a Jew. കണ്ടോ? യഹൂദരെ കാണുമ്പോഴേക്കും, അതായത് യഹൂദരെ പോലെ ആരെങ്കിലും കണ്ടാൽ മതി, ജനങ്ങളുടെ ഇടയിൽ ഒരു ദേഷ്യമൊക്കെ ഏറി വരും. They marked the houses of Jews and reported suspicious neighbors. അവർ ജൂതരുടെ വീടുകൾ അടയാളപ്പെടുത്തുകയും അതേപോലെ സസ്പീഷ്യസ് നെയ്ബേഴ്സ് ആണെന്ന് അറിയിക്കുകയും ചെയ്യും. They genuinely believed Nazism would bring prosperity and improve general well-being. നാസിസം അല്ലെങ്കിൽ നാസി ഐഡിയോളജി ഈ സാധാരണപ്പെട്ട ആൾക്കാരിൽ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചത് ഇവർ പറയുന്ന എല്ലാം ശരിയാണ്, ജൂതർ നമ്മളെ നശിപ്പിക്കാനാണ് വരുന്നത്, നമ്മളെ ഇല്ലായ്മ ചെയ്യാനാണ് വരുന്നത്, നാസി ഐഡിയോളജിയാണ് ഏറ്റവും ബെസ്റ്റ്, നാസീസിന് മാത്രമേ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജെന്യൂനായിട്ട് വിശ്വസിച്ചിരുന്ന നാസിസം അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കൊണ്ടുവരും, പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നൊക്കെയാണ്. ബട്ട് നോട്ട് എവറി ജർമ്മൻ വാസ് എ നാസി. പക്ഷേ എല്ലാ ജർമ്മൻസും നാസി ആയിരുന്നില്ല. മെനി ഓർഗനൈസ്ഡ് ആക്റ്റീവ് റെസിസ്റ്റൻസ് ടു നാസിസം, ബ്രേവിംഗ് പോലീസ് റിപ്രഷൻ ആൻഡ് ഡെത്ത്. പലരും നാസിസത്തിനെതിരെ സജീവമായി തന്നെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുകയും ചെറുത്തു നിൽക്കുകയും പോലീസ് അടിച്ചമർത്തലിനെയും മരണത്തെയെല്ലാം ധീരമായി തന്നെ നേരിടുകയും ചെയ്തു. The large majority of Germans, however, were passive onlookers and apathetic witnesses. ജർമ്മൻ മെജോറിറ്റിയിൽ വലിയൊരു ഭാഗവും എന്നിരുന്നാലും വെറും കാഴ്ചക്കാരായിട്ടും അതേപോലെ സാക്ഷിയായിട്ടും നിന്നു. അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. They were too scared to act, to differ, to protest. അവർ ഭയപ്പെട്ടിരുന്നു, അവർ പേടിച്ചിരുന്നു. എന്തിനാ പേടിച്ചിരുന്നത്? To act, to differ, to protest. അതായത് അവർക്ക് പ്രതികരിക്കാൻ ഭയം ഉണ്ടായിരുന്നു, അതുപോലെ അവർക്ക് ചെറുത്തു നിൽക്കാനും അവർക്ക് അനീതിക്ക് നേരെ പോരാടാനും ഒക്കെ ഒരു ഭയമായിരുന്നു ഉണ്ടായിരുന്നത്. They prefer to look away. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഒന്നിനും ഇല്ലേ എന്നുള്ളൊരു
മനോഭാവം ആയിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. ആട്ടെ, പാസ്റ്റർ നിയോമോളർ എന്ന റെസിസ്റ്റൻസ് ഫൈറ്റർ എന്താണ് കണ്ടെത്തിയത്? അതായത് പ്രതിഷേധത്തിൻ്റെ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. ആകെപ്പാടെ ഒരു നിശബ്ദതയാണ്. സാധാരണപ്പെട്ട ആൾക്കാർ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളും ക്രൂരമായ ഓരോ പ്രവൃത്തിയും കണ്ട് നിശബ്ദത പാലിക്കുകയാണ്. ആരും എന്താണ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഹി റോട്ട് മൂവിംഗ്ലി അബൌട്ട് ദി സൈലൻസ്. ഈ ഒരു നിശബ്ദതയെക്കുറിച്ച് അദ്ദേഹം എഴുതി. എന്താണ് എഴുതിയത് നോക്കിയാലോ. ഫസ്റ്റ് ദേ കെയിം ഫോർ ദ കമ്മ്യൂണിസ്റ്റ്. വെൽ, ഐ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, സോ ഐ സെഡ് നത്തിങ്. Then they came for the social democrats. Well, I was not a social democrat, so I did nothing. Then they came for the trade unionist, but I was not a trade unionist. And then they came for the Jews, but I was not a Jew, so I did little. Then when they came for me, there was no one left who could stand up for me. അതായത് അദ്ദേഹം എഴുതിയിരുന്നത്, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ അവർ സോഷ്യൽ ഡെമോക്രാറ്റ്സിനെ തേടി വന്നു. ഞാനൊരു സോഷ്യൽ ഡെമോക്രാറ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ അവർ ട്രേഡ് യൂണിയനിസ്റ്റിനെ തേടി വന്നു, പക്ഷേ ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നില്ല. പിന്നെ അവർ ജൂതരെ തേടി വന്നു, പക്ഷേ ഞാനൊരു യഹൂദനായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ എപ്പോഴാണോ അവരെന്നെ തേടി വന്നത്, എനിക്ക് വേണ്ടി നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ എഴുതിയതും കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല. അദ്ദേഹം ഈ ലൈൻസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാൽ അത് അവരുടെ പ്രശ്നമല്ലേ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ, നമ്മൾ എന്തിനാ പ്രശ്നത്തിലെല്ലാം ആവശ്യമില്ലാതെ തലയിടുന്നത്, അവർ തന്നെ അനുഭവിച്ചോളും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഭാവിയിൽ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിൽക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. What Joyce felt in Nazi Germany is a different story altogether. അതായത് ഇവിടെ പറയാണ്, നാസി ജർമ്മനിയിൽ യഹൂദർക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി തന്നെയാണ്. അതായത് അവർ അനുഭവിച്ച പോലെ ആരും തന്നെ അനുഭവിച്ചില്ല എന്ന് തന്നെ പറയാം. ഷാർലറ്റ് ബെറാഡ് secretly recorded people's dream in her diary and later published them in a highly disconcerting book called The Third Reach of Dreams. ഷാർലറ്റ് ബെറാഡ് എന്ത് ചെയ്തു, രഹസ്യമായി തന്നെ ആൾക്കാരുടെ സ്വപ്നം, അവരെങ്ങനത്തെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ സ്വപ്നം എന്താണ്, അതെല്ലാം അവരുടെ ഡയറിയിൽ രേഖപ്പെടുത്തുകയും അവസാനം അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ ബുക്കിൻ്റെ പേരായിരുന്നു Third Reach of Dreams എന്ന്. She describes how Jews themselves began believing in the Nazi stereotype about them. അവരെന്താണ് ആ ബുക്കിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തത്, എങ്ങനെയാണ് യഹൂദർ അവരെക്കുറിച്ചുള്ള നാസി സ്റ്റീരിയോടൈപ്പുകൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയതെന്ന്. They dreamed of their hooked noses, black hair and eyes, Jewish look and body movement. അവരെന്തിനെക്കുറിച്ചൊക്കെയാണ് സ്വപ്നം കണ്ടിരുന്നത്, അവരുടെ തൂങ്ങിയ മൂക്കുണ്ടെന്നും അതേപോലെ കറുത്ത തലമുടിയും കണ്ണുകളുണ്ടെന്നും അവരുടെ ജൂയിഷ് ലുക്കും ബോഡി മൂവ്മെൻറ്റ്സും എല്ലാമാണ് അവർ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അതായത് എങ്ങനെയാണോ നാസി പ്രചരിപ്പിച്ചത്, ഇവരുടെ ലുക്ക് ഇങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് കാണാൻ എന്നൊക്കെ നെഗറ്റീവായിട്ട് അവരെ ജഡ്ജ് ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ സ്വപ്നത്തിലും കാണാൻ തുടങ്ങി. അത്രത്തോളം മെൻ്റലി ആര് ടോർച്ചർ ചെയ്തു, നാസീസ് ടോർച്ചർ ചെയ്തിരുന്നു. The stereotypical images publicized in the Nazi press haunted the Jews. നാസി പത്രങ്ങളിൽ പ്രചരിപ്പിച്ച സ്റ്റീരിയോടൈപ്പുകൾ, അതായത് നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്ന ചിത്രങ്ങൾ ജൂതന്മാരെ വേട്ടയാടി. They troubled them even in their dreams. അവരുടെ സ്വപ്നത്തിൽ പോലും യഹൂദരെ നാസീസ് ട്രബിൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് മാനസികമായിട്ട് വളരെയധികം ടോർച്ചർ ചെയ്തു എന്ന് തന്നെ പറയാം.
Jews died many deaths even before they reached the gas chamber. ഗ്യാസ് ചേമ്പറിന് എത്തുന്നതിന് മുന്നേ തന്നെ യഹൂദർ പലവട്ടം മരണപ്പെട്ടു. എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പലവട്ടമായിട്ട് അവരെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ടോർച്ചർ ചെയ്തു. അതായത് അവരെ കൊല്ലാതെ കൊന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നോളജ് അബൌട്ട് ദ ഹോളോകോസ്റ്റ്. ഈ ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വംശഹത്യ തന്നെയാണ്. ഓക്കെ, ജനോസൈഡിൻ്റെ വേറൊരു പേരാണ്. Information about Nazi practices had trickled out of the Germany during the last years of the regime, but it was the only after the war ended and Germany was defeated that the world came to realize the horror of what had happened. ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ജർമ്മനിയിൽ നിന്ന് നാസി ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കബളിപ്പിക്കുന്നതായിരുന്നു. But it was only after the war ended and Germany was defeated that the world came to realize the horrors of what had happened. എന്നാൽ യുദ്ധം അവസാനിക്കുകയും ജർമ്മനി പരാജയപ്പെടുകയും ചെയ്ത ശേഷമാണ് സംഭവിച്ചതിനെക്കുറിച്ചുള്ള ആ ഒരു ഭീകരത ലോകം തിരിച്ചറിഞ്ഞത്. While the Germans were preoccupied with their own plight as a defeated nation emerging out of the rubble, the Jews wanted the world to remember the atrocities and sufferings they had endured during the Nazi killing operations, also called the Holocaust. ജർമ്മൻ ഒരു പരാജയ രാജ്യമായെങ്കിലും, അതായത് വോറിൽ ജർമ്മൻ പരാജയപ്പെട്ടെങ്കിലും യഹൂദർ ആഗ്രഹിച്ചിരുന്നത് എന്താണ്? അവരനുഭവിച്ചത് എത്രത്തോളമാണെന്ന് ലോകം അറിയണം. അവർ നാസി കൊലപാതക പ്രവർത്തനങ്ങളിൽ അവരനുഭവിച്ച ക്രൂരതകളും കഷ്ടപ്പാടുകളും ലോകം ഓർക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ആ നാസി കില്ലിംഗ് ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഹോളോകോസ്റ്റ് എന്നത്. At its height, a ghetto inhabitant had said to another that he wanted to outlive the war just for half an hour. എന്താ ഇവിടെ പറയുന്നേ? ഒരു ഗെട്ടോ നിവാസി മറ്റൊരാളോട് യുദ്ധത്തെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അരമണിക്കൂറോളം മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. Presumably, he meant that he wanted to be able to tell the world about what had happened in Nazi Germany. എന്തുകൊണ്ടാണ് ഒരു അരമണിക്കൂർ മാത്രം അതിജീവിച്ചാൽ മതി എന്ന് പറയാൻ കാരണം? നാസി ജർമ്മനിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് പറയാൻ ഇയാൾക്ക് കഴിയണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. This indomitable spirit to be a witness and to preserve the documents can be seen in many ghetto and camp inhabitants who wrote diaries, kept notebooks and created archives. ഈ പറയുന്ന ആൾക്കാർ, അതായത് ഗെട്ടോസിൽ, അതായത് കന്നുകാലികളെ കൊണ്ടിടുന്ന പോലെ ഇട്ടപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ എന്ത് ചെയ്തു? ഡയറിയും നോട്ട്ബുക്കൊക്കെ എഴുതി അവരുടെ അനുഭവക്കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നു. അതെല്ലാം തന്നെ അവർ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. എവിടെയാണ് അത് സ്റ്റോർ ചെയ്തത്? മിൽക്ക് ക്യാൻസിൽ. ഓക്കെ. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു ഭാഗത്ത്, when the war seemed lost, യുദ്ധം തോൽവിയിലാകുന്നു എന്ന് തോന്നിയപ്പോൾ the Nazi leadership distributed petrol. നാസി ലീഡർഷിപ്പ് എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? പെട്രോള് വിതരണം ചെയ്തു. ആർക്ക്? ടു ഇറ്റ്സ് ഫങ്ഷണറീസ് ടു ഡിസ്ട്രോയ് ഓൾ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസസ് അവൈലബിൾ ഇൻ ഓഫീസസ്. അതായത് അവർ അവരുടെ ഉദ്യോഗസ്ഥർക്ക് പെട്രോൾ വിതരണം ചെയ്തിട്ട് എല്ലാ എവിഡൻസും എന്താണ്? നശിപ്പിക്കണമെന്ന് ഓർഡറും. Yet, the history and the memory of the Holocaust live on its memoirs, fiction, documentaries, poetry, memorial and museum in many parts of the world today. എന്നിരുന്നാലും ഹോളോകോസ്റ്റിൻ്റെ ചരിത്രവും ഓർമ്മകളും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓർമ്മക്കുറിപ്പുകളായിട്ടും ഫിക്ഷനായിട്ടും ഡോക്യുമെൻ്ററിയായിട്ടും കവിതകളായിട്ടും സ്മാരകങ്ങളും മ്യൂസിയങ്ങൾ എന്നിവയിൽ നിലനിൽക്കുന്നുണ്ട്. These are a tribute to those who resisted it, an embracing reminder to those who collaborated, and a warning to those who watched in silence. ഇതെന്തിനു വേണ്ടിയാ? എതിർത്തവർക്കുള്ള ആദരാഞ്ജലിയും സഹകരിച്ചവർക്കുള്ള ലജ്ജാകരമായ ഓർമ്മപ്പെടുത്തലും നിശബ്ദതയോടെ എല്ലാം നോക്കി നിന്നവർക്കുമുള്ള താക്കീതുമാണ്.
അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്ന 2 ലെറ്റേഴ്സാണ്. ഒന്ന് മഹാത്മാഗാന്ധി ഹിറ്റ്ലറിന് ജൂലൈ 23, 1939 എഴുതിയതും അത് കഴിഞ്ഞ് ഡിസംബർ 24, 1940 എഴുതിയതുമായിട്ടുള്ള ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്